ഈ ഫ്രെയിംസ് ചാടിയ ദിവസം വേറൊരു സംഭവം നടന്നിട്ടില്ല. അത് വെച്ചിട്ടാണ് ഉമ്മയുടെ ഒപ്പം ഈ വേലേന്റെ കാര്യം പറയുന്നത്. ആൻഡ് ഈ ടൈമിൽ ഇവള് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇവള് വീട്ടിൽ നിന്ന് വേറെ എവിടെയും പോയി നിൽക്കാത്തത് കേട്ടോ. അങ്ങനെ 4th ഡേയും 5th ഡേയും ഇവള് ഉമ്മാമന്റെ അടുത്ത് ഈ റൂമിൽ കടന്ന് ആൻഡ് ഈ ദിവസങ്ങളിലൊക്കെ ഇവള് ഇതിനെ കാണുന്നുണ്ട്, പേടിച്ച് ഓടുന്നുണ്ട്. പക്ഷെ ഇത് അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ കോലം കണ്ടിട്ടാട്ടോ പേടിച്ച് ഓടുന്നത്. അങ്ങനെ 6th ഡേ ആയപ്പോ പിന്നെ വീട്ടുകാർക്കാന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ട്യൂഷന് നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് വല്ല പ്രശ്നവും കൂടുതൽ പ്രശ്നമാവും എന്ന് വിചാരിച്ചു ഇവളെ ഇവളുടെ ഉപ്പാടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഇവളുടെ ഉപ്പാടെ ഫാമിലി എന്ന് പറയുന്നത് ഈ മുസ്ലിം ഫാമിലീസ് തന്നെ റുക്യ പ്രാക്ടീസ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടാവും. റുക്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റിനെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയാം. അതിന് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ പറ്റുന്നവരെ ഇപ്പൊ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ ഖുറാനിലെ ആയത്തൊക്കെ വെച്ചിട്ടാണ് ഇവര് ഹീൽ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തവരെയാണ് ഈ റുക്യ ചെയ്യുന്നവരെന്ന് പറയാം. അങ്ങനത്തെ ഫാമിലിയാണ് ഇവരുടെ ഉപ്പാടെ ഫാമിലി. ഇവരുടെ ഉപ്പാക്ക് അതിന് കഴിയൂല, പക്ഷെ ഉപ്പാടെ ഉപ്പ, അവരുടെ ഉപ്പ, അതുപോലെ ഉപ്പാടെ അനിയനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടായാലും കണ്ടപാട് ഇവർക്ക് അത് മനസ്സിലാവും. എന്താ ഏതാന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത്, എന്ത് ആയത്തിലേക്ക് പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് ഇത് മാറുക എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇവരിത് ചെയ്തു കൊടുക്കും. അതാണ് റുക്യ എന്ന് പറയുന്നത്. പൊതുവെ ഇങ്ങനത്തെ കഴിവുള്ളവരൊക്കെ ഇപ്പൊ ഹിന്ദു ഫാമിലീസിലാണെന്നുണ്ടെങ്കിലൊക്കെ ഹോറോസ്കോപ്പ് നോക്കുന്നവരൊക്കെ അവരുടെ മക്കളും പിന്നെ അതന്നെ പ്രൊഫഷൻ ആക്കി എടുക്കലല്ലേ ചെയ്യല്. പക്ഷെ ഇവരുടെ ഫാമിലിയിൽ ആരും ഇത് പ്രൊഫഷൻ ആയിട്ട് എടുത്തവരില്ല കേട്ടോ. ഉപ്പാടെ അനിയനാന്നുണ്ടെങ്കിലും ഉപ്പാടെ ഉപ്പയാന്നുണ്ടെങ്കിലും ഒന്നും ഇത് അറിയാം, ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും, പക്ഷെ പ്രൊഫഷനായി എടുക്കുന്നില്ല. നാട്ടിൽ തന്നെ ആർക്കും ചെയ്ത് അങ്ങനെ കൊടുക്കലോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉപ്പാടെ വീട്ടിൽ പോയി ഉപ്പാടെ അനിയൻ ഇവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് എങ്ങനെയാണ് ഇതിനെ കാണാൻ, എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇവളെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുത്ത് പിന്നെ ഇവര് കുറെ ഖുറാനിലെ ആയത്തും പ്രാർത്ഥനകളൊക്കെ വെച്ചിട്ടാണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവള് കുറെ ഓക്കെ ആയിട്ടോ. അതായത് ആ വീട്ടിൽ ചെന്നിട്ട് ഇവള് പിന്നെ ഇതൊന്നും കാണുന്നില്ല. പിന്നെ ഒരു 2 days അവളെ ആ വീട്ടിലായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഉറക്കൊക്കെ റെഡി ആയിട്ടോ. ആൻഡ് ഈ ടൈമിൽ ഇത് എന്തുകൊണ്ടാ വന്നത് എന്താന്നുള്ളതൊന്നും ഇവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ആ ടൈമിൽ ഇവരുടെ വീട്ടിൽ ഇവരുടെ കസിൻസ് ഒക്കെ വന്നിട്ട് ഒരു സൽക്കാരം പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇവരെല്ലാരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവളും വീട്ടിലേക്ക് പോകുന്നു. ഇനി കാണൂലാവും, കാരണം ഇവർ കുറെ പ്രാർത്ഥിക്കൊക്കെ ചെയ്തിക്കണല്ലോ. ഇനി കാണൂലാവും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇവള് വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് 2 കസിൻസും ഇവളും ഒരു റൂമിലാണ് അന്ന് രാത്രി കിടന്നത്. ആൻഡ് ഇവള് നന്നായിട്ട് ഉറങ്ങി. ലൈക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് ഈ സംഭവത്തിന് ഇവള് കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവരുടെ കൂടെയുള്ള ഈ കസിൻസ് ഉണ്ടല്ലോ, ഇവർ 2 പേരും ഇവളോട് ഉമ്മാനോട് പറഞ്ഞ് ആ റൂമിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവർ 2 പേരും രാത്രി ഒരു ടൈം ആയപ്പോൾ ഇവർ 2 പേരും ഒരു സ്വപ്നം കണ്ട് എണീച്ച് ആകെ പേടിച്ച് ഒന്നും ഉറങ്ങാനും ഇതാക്കാനൊന്നും പറ്റിയില്ല. ഇവരൊന്നിനും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ റൂമിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടച്ചാൽ പേടിയാവാണ്, എന്തോ ആരോ അടുത്തുള്ള പോലെ തോന്നുമല്ലോ, അങ്ങനെ തോന്നുന്നാണെന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഈ പറയുന്ന കുട്ടിയൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതോ ഇങ്ങനെയൊക്കെ ഇവൾക്ക് ഉണ്ടായതോ ഒന്നും അറിയില്ല കേട്ടോ. അറിയാഞ്ഞിട്ടാണ് ഇവരിത് പറയുന്നത്. ആൻഡ് ഇത് കേട്ടപ്പോൾ ഇവളുടെ ഉമ്മാക്കാന്നുണ്ടെങ്കിലും എന്തോ കാര്യമായിട്ട് ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈക്ക് 2-3 ആൾക്കൊന്നും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യൂലല്ലോ. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഉപ്പാടെ ഫാമിലിനെ വിളിച്ച്